അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയണ്ട. അപ്പൊ ഞങ്ങൾ നമ്മുടെ ഫാം ഹൗസിലേക്ക് വന്നേക്കാണ് കേട്ടാ. അപ്പൊ ഇന്ന് നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ്, സ്കൂളിന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ്, ഓണപ്പൂട്ടൊക്കെ കഴിഞ്ഞ് പിള്ളേര് ഇതേ സ്കൂളിൽ പോയി. അപ്പൊ അടുത്ത് മറ്റേ ട്രാക്ടർ അടിക്കണ്ടല്ലോ ചേട്ടാ, എന്തൊരു കുക്കുകളാ. അപ്പൊ ഇന്നാണെങ്കിൽ അത് ശരിയാണ്, ഇന്നാണെങ്കിൽ നല്ല മഴക്കാരുണ്ടെന്ന് തോന്നട്ടെ. ഞങ്ങൾ ഇവിടെ എത്തണ വരെ മഴക്കാരുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ പോകാൻ ഗ്രേസ് പിന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ല സ്കൂളിൽ പോകാൻ. ഇന്ന് പക്ഷെ അവൾക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് അപ്പം ഒന്ന് കൊണ്ടാക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നത്. സ്കൂട്ടറുമ്പോൾ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം കൊണ്ടാക്കി. സ്റ്റീവാണെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷയത്രയും പ്രശ്നം ഉണ്ടായില്ല. അവിടെ ചെന്നപ്പോൾ ഉള്ളൊരു ചെറിയൊരു കരച്ചില്, അത്രയേ ഉള്ളൂ. എന്നാലും കുഴപ്പമുണ്ടായില്ല. ഗ്രേസിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി അവന് വിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇവരിത് തീറ്റ കഴിച്ച് ഇങ്ങനെ നടക്കാണ്. കുറെ പേര് ചോദിച്ചായിരുന്നു ഇത് എന്തുറ്റാന്ന്. ഗിനിക്കോഴിയാണ്, ഗിനിക്കോഴി. കഴിഞ്ഞ തീറ്റ കൊടുക്കല് മുട്ട പോലെ ഇരിക്കണല്ലേ എന്റെ തല, അല്ലേ? മുട്ട തല പോലെ എല്ലാരും പറഞ്ഞത്. ഗിനിക്കോഴി നമ്മൾ തുറന്നു വിട്ടാ ഗിനിക്കോഴി പറന്നു. ഞാൻ എന്റെ ചെറുകിന്റെ ഇടയിൽ നിന്ന് ഓരോ പപ്പുകള് കട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ചേട്ടാ, ഇത് നമുക്ക് ഇണക്കിയെടുത്താലോ? ചേട്ടൻ അതിനുള്ള ദൈവമാണ് പച്ചെടുത്ത്. അവര് ഇണങ്ങില്ല എന്നാണ് എല്ലാരും പറയുന്നത്. അതായത് കോഴികളുടെ കൂടെ അഴിച്ചു വിടണമെങ്കിൽ കോഴികളുടെ കൂടെ കൂട്ടിലൊക്കെ കയറും, പക്ഷെ ഒരു കാരണവശാലും ഇണങ്ങില്ല എന്ന് പറയണം. നമുക്ക് ഇണക്കിയെടുത്ത് ചേട്ടനെ അവരെ ഇണക്കിയെടുത്ത് എല്ലാവരുടെ തെറ്റിദ്ധാരണ മാറ്റിയിടണം. ചേട്ടൻ അതിനുള്ള കഴിവുണ്ട് ഇണക്കിയെടുക്കാൻ. പിന്നെ ഇന്ന് നമ്മുടെ ഇവിടെ പുതിയ ആൾക്കാരൊക്കെ വരും കേട്ടോ. ഞങ്ങളവരെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കുറെ നാളെ ചേട്ടാ എന്നെ വളർത്തണം. അമ്മ അല്ല, നമുക്ക് സസ്പെൻസ് ഇടാം. എല്ലാവർക്കും അറിയാം. എന്നാലും ചുമ്മാ പറയട്ടെ. എന്നിട്ടായിരുന്നു ഒരു പേര് പെട്ടെന്ന് ഗിനി പിഗ്. നമ്മളെ എന്നിട്ട് പറയട്ടെ, ഗുനിയ പിഗ. ഗിനി. അപ്പൊ പണ്ട് ഇവിടെ കൊറേ ഉണ്ടായിരുന്നു പറഞ്ഞു. അമ്മ വളർത്തിയിട്ടുണ്ടായിരുന്നു കുറെ. സന്നയാട്ടം വളർത്തിയിട്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ പണ്ടത്തെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു, പണ്ട് വളർത്തിയതിന്റെ സമയത്തുള്ള. ഞാൻ മൊയലിനെ കൊണ്ടു പറഞ്ഞേ. മൊയല് ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവരെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതില് പെണ്ണ് ഓൾറെഡി പ്രസവിക്കാറായിട്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു സെറ്റപ്പും ചെയ്തിട്ടില്ല. അതിനുള്ള ബ്രീഡിംഗ് ബോക്സോ കാര്യങ്ങൾ അങ്ങനെ ഞാൻ ജസ്റ്റ് കൊണ്ടിട്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്ന്. പിന്നെ ഇത് ഓൾറെഡി എല്ലാവരും കൂടി നിലത്തഴിച്ചിട്ട് വളർത്തിയിട്ടുണ്ടായതാണ്. അപ്പൊ ഇൻബ്രീഡിങ് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ വെച്ച് തുടക്കത്തിൽ തന്നെ അങ്ങനെ വേണോ, ചെറിയ കുഞ്ഞുങ്ങളിൽ സ്റ്റാർട്ട് ചെയ്താൽ പോരെന്ന് വെച്ചിട്ട് ഇന്ന് ഇവരെ കൊണ്ട് അവിടെ കൊടുക്കണം. അത് കഴിഞ്ഞ് ചാലക്കുടി പോയി ഒരു ഗിനിപ്പിക്കുള്ളൂ. അവിടെ മെയിൽ മാത്രമേ ഉള്ളൂ. കിട്ടിയനെ മേടിച്ചിട്ട് ഒരു സാധനത്തിന് ഇപ്പൊ അന്വേഷിക്കുമ്പോ എവിടത്തും കിട്ടാനില്ലാന്ന്. മൊയില് ചോദിച്ചപ്പോ ഒരു സ്ഥലത്ത് മൊയില് കൊടുക്കാനില്ല. ഗിനിപ്പിക്കിന് ചോദിച്ചപ്പോ ഒരു സ്ഥലത്തും ഗിനിപ്പിക്കില്ല. എല്ലാരും പറയുന്നുണ്ട് ഫാമിങ് നഷ്ടത്തിലാണ്. പക്ഷെ ഒരാളുടെ കയ്യിലും കൊടുക്കാനായിട്ട് സാധനങ്ങളൊന്നും ഇല്ല. എന്താണാവോ? അല്ലെങ്കിൽ ചവറ് പോലെയായിരുന്നു സാധനങ്ങളല്ലേ, ആരും ചെയ്യണില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മുമ്പ് നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഇത് മാത്രമായിരുന്നു. നമ്മള് വീണ്ടും ഇതൊക്കെ ചെയ്ത് എല്ലാവർക്കും പ്രചോദനം കൊടുക്കും. കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോ ആൾക്കാര് അങ്ങനെ നിർത്തിയതായിരിക്കാം. കൊറോണയുടെ സമയത്ത് ഒരു 10 വർഷത്തേക്കുള്ള ബിസിനസ് ആ സമയത്ത് നടന്നു. അത് കഴിഞ്ഞതോടുകൂടി എല്ലാം ഡൗൺ ആയി പോയി ആയിരിക്കാം. അപ്പൊ അത് നമ്മൾ വീണ്ടും പുനരാരംഭിക്കണം. അതന്നെ. അപ്പൊ എന്റെ കൂടെ കട്ടക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പുല്ലരിയാനും. ഞാനും വിചാരിക്കണ്ട അങ്ങനെ വരാന്നൊക്കെ. അപ്പൊ അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ ചേട്ടൻ എന്റെ കൂടെ കട്ടക്ക് നിക്കണം. അപ്പൊ മൊയലിനെ കൊണ്ടുവരണം. ഇന്ന് മൊയല് കറൂറ്റിയിലൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പോയി നോക്കണം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരണം. പിന്നെ ഗിനിപ്പിക്ക് ഒരെണ്ണം കിട്ടും മെയില്. അതിന് ചാലക്കുടി പോയി എടുത്തിട്ട് ചാലക്കുടി പള്ളിയുടെ ആ സൈഡിൽ എവിടെയാണ്ടാണോ? പള്ളിയല്ലല്ലോ, പള്ളിയല്ല, ആനമല ജംഗ്ഷൻ. അവിടെ ഷോപ്പിലാണ്, അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് കൊണ്ടുവരണം. ഇതൊക്കെയാണ് ഫസ്റ്റത്തെ പരിപാടികൾ. അത് തന്നെ. അപ്പൊ നമുക്ക് വേഗം പോവാം. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറേ പണിയുണ്ട്. കഴിയാറായില്ലേ? ചേട്ടന്മാരെ പോയാലോ? വരണില്ലല്ലോ, എനിക്ക് പോണ്ട.
അത്രയും സെറ്റായി. ചാടിപ്പോവോ? നീയാണ് നിറച്ചു പിടിക്കേണ്ട ആള്. വാ പിടിക്ക്, അടച്ചു പിടിക്ക്. ഓ കാലോണ്ട് അടച്ചു മൈക്ക് കൈകൊണ്ട് പിടിക്കണേ. ഫോണും ഇത് കൂടി എങ്ങനെ പിടിക്കുക? ഇതും കൂടെ ആവുമ്പോ ഭയങ്കര ചാട്ടാവോ? വന്നേടാ എടി അങ്ങനെ വീട്ടിലോ ചാടിപ്പോ. വീടില്ല, കിട്ടണ്ടല്ലോ. തുറക്കടിയും ഹെൽപ്പ് ചെയ്യുമിടൂ. ചാടോ? ഒരു പതിങ്ങിരിക്ക, അങ്ങനെ ചാടില്ല. അവൻ ശരിക്കും മാന്തണ്ട്, അതന്നെ അവർ മാറ്റാണ് പ്രധാനം. ചവിട്ടി പിടിക്കും വിടൂ. അതങ്ങനെ പോവില്ല, അത് പോവും, ഒറ്റടിക്ക് ചാടി പോവും. ഇല്ല എന്നിട്ട് തല പുറത്തേക്കാണ്. എടി ഒന്ന് പിടി. തുറക്കാറാൻ പറയണേ. കൊള്ളൂല ചേട്ടാ അതിന്റെ ഉള്ളിൽ. വയറിൽ ബേബീനെ തൊടാൻ പറ്റുമോ? അല്ല ബേബി ഉണ്ടെന്ന് അറിയണ്ട. അമ്മ ചാടണം. മൂത്രം ഒഴിച്ചു. കൂടുതലായിട്ട് കെയർ ചെയ്യണ്ട. സൂക്ഷിച്ചു കൊണ്ടോണം. ഇവിടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? പ്ലാസ്റ്റിക് കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ടായില്ല. പ്ലാസ്റ്റിക് കൊള്ളി പെട്ടെന്ന് പോവാ. ഇവിടെ എന്തെങ്കിലും അടയ്ക്കാനോ ഒന്നുമില്ലല്ലോ? ആണൻ പിറ്റേ ദിവസം തന്നെ മതിയാ ചേട്ടനെ? അത് പെട്ടെന്ന് കാണാണ്ടായിരിക്കും. നമുക്ക് ആയിട്ട് കുളിക്കാൻ കുളമില്ലാത്തതിന് ആയിട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അടി പിടിച്ചോട്ടോ. അപ്പൊ പോവാം. പുതിയ ആൾക്കാരെയും കൊണ്ട് വരാം. ജോണിന് അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലേ? അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതൊക്കെ വെള്ളമൊക്കെ കൊടുത്തൂല്ലോ. വെള്ളം കൊടുത്തു, തീറ്റ കൊടുത്തു, വരുമല്ലോ. കോഴിക്ക് തീറ്റ കൊടുത്തു, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അപ്പൊ ഞങ്ങള് കുട്ടന്മാരെ പോവാണല്ലോ. മഴ പെയ്യാൻ പോവാണ്. പറഞ്ഞ നമ്മള് നേരത്തെ കണ്ടത്ര ഒരു ഇതില്ല. സൂപ്പർ. അപ്പൊ ഞങ്ങള് മൊയലിനൊക്കെ കൊടുത്ത് വീണ്ടും ഗിനിപ്പിക്കിന് എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടാ. ചാലക്കുടിയിലാണ്. അതന്നെ. നല്ല സൗണ്ട്. തത്തയല്ലേ? വലിപ്പം വയ്ക്കില്ല. ഇതെവിടെ പറഞ്ഞേ? ആ വീട്ടിലുണ്ടാവോ? നമ്മുടെ ഗിനിപ്പന്നി ഇത് ഇതിന്റെ ഉള്ളിലുണ്ട്. ഗിനിപ്പിക്ക് ഇതിന്റെ ഉള്ളിൽ കിടക്കണം. പ്രശ്നക്കാരനാണ്. നല്ല സൗണ്ട് ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് വീടെത്തിയിട്ടുണ്ട്. അതെ, അപ്പൊ ഗിനിക്കുട്ടനെ കൂട്ടിലേക്ക് ഇടാനായിട്ട് വീടുവിനെ ഹാർദം ക്ഷണിക്കുന്നു. ഇല്ലില്ല, ഞാൻ ഒരിക്കലും ഇടില്ല. ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതിന്റെ ഉദ്ദേശം മൃഗങ്ങളെ പിടിക്കാന്നുള്ളതല്ല. ചേട്ടന് മെന്റൽ സപ്പോർട്ട്. ഇങ്ങനെ ചേട്ടൻ ചെയ് എന്നുള്ള സപ്പോർട്ട് അത് ഞാൻ തരാൻ പോണ. ഞാൻ പിടിച്ചിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല. എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ തുറക്കണ്ട ചേട്ടാ. പൊട്ടിച്ചിട്ട് പോകണം, അവിടെ തുറക്കുള്ളൂ. ഈ ഒരു ഫീമെയിലിനും കൂടി മേടിക്കണം. എന്ന് മേടിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്മെല്ല് കിട്ടുമോ നോക്കാം നമ്മുടെ ജോണിന്റെ. ആരത്? പുതിയ ആള്. സ്മെല്ല് കിട്ടിയതാണ്.
എനിക്കൊരു സൗണ്ടാണ്, ഭയങ്കര സൗണ്ട് അല്ലേ? തല ഇതിന്റെ ഉള്ളിക്കിടാല്ലേ? ആ, ഉള്ളിലിട്ടിട്ട് തുറക്കാം. പിടിക്കാറിയോ? പിടിക്കാനറിയോ? അപ്പുറത്തിപ്പുറത്തൊക്കെ ടേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി. ഇണങ്ങോ നമ്മളിങ്ങനെ? പണ്ട് ഞാൻ വളർത്തി പിണങ്ങിയിരുന്നു. പേടിച്ചിരിക്കുന്ന ഹലോ കുഞ്ഞാപ്പി. പുല്ലിട്ട് കൊടുക്കായിരുന്നു. പുതിയ സ്ഥലത്തെത്തി. ഇതുവരെ മറ്റേ മൗസ്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മൗസ് പറയുന്നുണ്ട് അല്ലേ? ഒരു സൈഡില് വേറെ കളർ, ഒരു സൈഡില് വേറെ കളറ്. പേടിച്ചിരിക്ക. ഹലോ പാപ്പട്ടേരാട്ടാ. പുല്ലുണ്ടാ? പുല്ല് പറിക്കണം. ലെറ്റ്സ് ഗോ. പുല്ല് പറ. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ആള്, ഗിനി പിഗ്. പേരിടണ്ടേ? ഓ, ഇതിനെല്ലാവരും പേരിട്ട് നമുക്ക് വിളിക്കാൻ മുതലാവില്ല. പാവം തോന്നണേ. ഇതാണോ? ഇവരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, ഇനി കുറച്ച് ഫീമെയിലുകളോടും വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ മൊത്തം ഗിനിപ്പിക്ക് ഓടി നടക്കണം. അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അതെ, മുയലോടുന്നു. എനിക്കറിയണം ഇതിൽ ഏത് ബിസിനസ് ആയിരിക്കും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ അവിടെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല. എല്ലാം ചെയ്തു നോക്കണം. ഏതാണ് ബെറ്റർ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നിന്റെ ഡിസിഷൻ പറയാൻ പോകുന്നതായിരിക്കുന്നു. പൊരി വെയിലത്ത് അങ്ങനെ എന്റെ മെന്റൽ സപ്പോർട്ടോടുകൂടി വെയിൽ കൊള്ളുന്ന തന്നെ ചേട്ടൻ. അപ്പൊ നമ്മുടെ ഗിനിപ്പിക്കിനുള്ള പുല്ല് പറിക്കാണ്. ഇത്ര മതിയില്ലേ? കുറച്ചുകൂടി പറിച്ചാലേ ആ, ഇപ്പൊ മൊയലിൽ നിന്ന് കൊണ്ടുവരണം. പിന്നെ ആ നേരത്തെ ഞാൻ വന്ന് പറിക്കാൻ നിൽക്കണ്ടല്ലോ. അത് ആ നേരത്തെ പറിച്ചാൽ മതിയായിരുന്നു. കാരണം ഇപ്പൊ വെയിലല്ലേ കേട്ടോ. ലേറ്റ് ആയി പോയാലോ? കുറച്ച് പറിച്ച് വെച്ചേക്കാം. കണ്ട നേരം പറിക്കാം. ആ, നമ്മളാ അരിവാള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണായിരുന്നു. നമ്മള് വിചാരിക്കണല്ലോ ഇപ്പൊ പാടത്തുനിന്നേ ഉഴണേക്കാ മുമ്പ് ആ സൈഡിലൊക്കെ നല്ല പുല്ലുണ്ടാവും ചിലപ്പോ. ഇപ്പൊ പോകാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒറ്റ കിട്ടുകൊടുക്കാം. ഇപ്പൊ ഞാൻ വേറെ ഗിനിപ്പിക്കും കൂടി കൊണ്ടിരില്ലേ? ആ, രണ്ടുപേർക്കും വേണ്ട. ഓക്കെ ഓക്കെ. സാധനങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. ഈ പുലി ചിലപ്പോ മുഴുവൻ നിന്നു. ശരിയാ. ഞാൻ ഗിനിപ്പിക്കിന്റെ ഒരു ഭയങ്കര സൗണ്ട് ഉണ്ട്. ഗിനിപ്പിക്കിന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ അങ്ങനെ ഒരു സൗണ്ട്. മൊയില് പിന്നെ സൗണ്ട് ഉണ്ടാക്കില്ല. ജോണിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നണേ. ഏയ്, അതൊക്കെ മണം പിടിച്ചിട്ടുണ്ടാവും. ജോൺ മറ്റോരൊന്നും വന്നപ്പോ ഇത്രയും കുറച്ചുണ്ടായിരുന്നോ? മൊയിലൊക്കെ വന്നപ്പോ. ആ, ഇത് പുതിയ ആളായതിന്റെ പേടിച്ചിരിക്കണം തോന്നേ. ആ, അത് നമ്മള് മറ്റേ ഇവിടെ നിന്നല്ല മേടിച്ചിട്ട് വന്ന പുല്ലൊക്കെ കൊടുക്കണ്ടാവും. പേടിച്ചിരിക്കുന്നത് ചേട്ടാ. ഒന്ന് സെറ്റ് ആവട്ടെ. വീട്ടുകാര് കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞപ്പോ ഒഴിവാക്കാനായിട്ട്. ഗിനീനെ ഓടിപ്പിക്കണ്ടല്ലോ നമ്മുടെ സീനിയർ സിറ്റിസൺ കോഴി, ചാത്തൻ കോഴി. ആണോ? പട്ടീനെ കൊത്തും, ഗിനികളെ കൊത്തും. പക്ഷെ നല്ലവനായിരുന്നു. നല്ലതല്ല, നല്ല കോഴിയല്ലേ അത്. പക്ഷെ നമ്മളെല്ലാരും ഉപദ്രവിക്കണം ഭയങ്കരമായിട്ട്. സീനിയർ സിറ്റിസന്റെ അഹങ്കാരായിരിക്കും. ഗിനികൾ ഇച്ചിരി വലുതാവട്ടെ, സീനിയർ സിറ്റിസന്റെ എല്ലാം തീരും. അപ്പൊ അങ്ങനെ ഞങ്ങള് പോവാണ്ടാ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് കൊറേ പണികളുണ്ട്. നല്ല വെയിലുണ്ട്. നല്ല കൊറേ തുണികളൊക്കെ കഴുകിയിടാനൊക്കെ ഉണ്ട്. നേരം കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. അമ്മ വിളിച്ചു. ആ, അമ്മയുടെ സിനിമയുടെ സമയം കഴിഞ്ഞു. അമ്മ ഇപ്പൊ ഉറങ്ങി തുടങ്ങി. അമ്മക്ക് രാത്രി പകലും, പകല് രാത്രിയാണ് ഇപ്പൊ. കഴിഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ വെൽഡ് ചെയ്ത് കുറെ വെൽഡിംഗ് ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. ഒക്കെ ചെയ്യണം. സെറ്റ് ചെയ്ത്
റെഡിയാക്കി എടുക്കാനുണ്ട്. അത് ഈ ദിവസങ്ങളിൽ ചെയ്ത് ഇതിൽ വേണമെങ്കിൽ മയിലിനും ഗിനിനൊക്കെ ഇടാനായിട്ട്. സൂപ്പറായി. പുല്ലെരിഞ്ഞ് ചാവുന്ന ഈ ആടിന് തീറ്റ കൊടുക്കണ പോലെ മുയലിന് തീറ്റ കൊടുക്കണം തോന്നണേ അല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ പോട്ടേട്ടാ. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ പറയൂ. ബൈ ബൈ.